ഇന്നൽ ഹംദലില്ലാ ഖാലിഖിസ് സമാവാതി വൽ അർള് വജാഇലിൽ ദുലുമാതി വന്നൂർ വഫാലിഖിൽ ഹബ്ബി വന്നവ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബില്ലാഹി സമീഉൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യുഹാജിർ ഫീ സബീലില്ലാഹി യജിദ് ഫിൽ അർളി മുറാഗമൻ കസീറൻ വസഅ. ആദരണീയായ മഹത്തായ ഈ പരിപാടിയുടെ അധ്യക്ഷ പ്രസിഡന്റ് സാജിദ സാഹിബ, ബഹുമാനിയായ ഉദ്ഘാടക റഹ്മത്തുനിസ സാഹിബ, ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി റജീന സാഹിബ, വേദിയിലും സദസ്സിലുമുള്ള സമാദരണീയരായ എൻ്റെ സഹപ്രവർത്തകരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഹറം മാസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം പ്രത്യേകതകളുള്ള, ധാരാളം വിമോചന പാഠങ്ങൾ പഠിപ്പിക്കുന്ന, അതിജീവനങ്ങൾ ഉൾക്കൊള്ളുന്ന, അള്ളാഹു അവൻ്റെ മാസമാണെന്ന് എണ്ണിപ്പറഞ്ഞ പവിത്ര മാസങ്ങളിൽപ്പെട്ട മുഹറം മാസത്തിലാണ് നാം ഉള്ളത്. നമുക്കറിയാം, മൂസ അലൈഹിസ്സലാം ബനി ഇസ്രായേലരെ മോചിപ്പിച്ച മാസം കൂടിയാണിത്. അതിൻ്റെ ഓർമ്മ പെരുന്നാളായിട്ടാണ് 1-2 ദിവസങ്ങളിൽ നമ്മൾ നോമ്പെടുത്തതും. അതോടൊപ്പം തന്നെ സാമൂഹിക വിമോചന മാർഗത്തിലെ സമാനതകളില്ലാത്ത നാഗരികതയെയും സംസ്കാരത്തെയും അടയാളപ്പെടുത്തിയ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യസ്രിബിലേക്കുള്ള യാത്രയും, അതുപോലെ തന്നെ അനീതിക്കെതിരെ പോരാടിയ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ധീരതയെയും കർബല സംഭവത്തെയും ഒക്കെ ഓർമ്മിച്ചെടുക്കുന്ന സന്ദർഭം കൂടിയാണിത്. ഇബ്രാഹിം, മൂസ, ലൂത്ത്, ഹൂദ്, യൂനുസ്, യൂസുഫ് തുടങ്ങിയിട്ടുള്ള പ്രബോധകരായ പ്രവാചകന്മാരുടെ എല്ലാം ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള, അതുപോലെ തന്നെ ഇസ്ലാമിക മാർഗത്തിൽ അടിയുറച്ചിട്ടുള്ള നവോത്ഥാന നായകർക്കെല്ലാവർക്കും ഏകദേശം വന്ന് ഭവിച്ചിട്ടുള്ള ഒരു ദശാസന്ധിയാണ് യഥാർത്ഥത്തിൽ ഹിജ്റ എന്ന് പറയുന്നത്. അത് ഒറ്റപ്പെട്ടും കൂട്ടായും സംഭവിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ. നേരത്തെ നിങ്ങൾ കേട്ട് കഴിഞ്ഞു, ഹിജ്റ മനുഷ്യാരംഭം മുതൽ തുടങ്ങിയതാണ് എന്ന്. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ പലായനം നമുക്കറിയാം. അതോടൊപ്പം തന്നെ റാഷിദുൽ ഗനൂഷിയുടെയും, അതുപോലെ തന്നെ യൂസുഫുൽ കർദാവിയുടെയും, സയ്യിദ് അബുൽ-അല മൗദൂദിയുടെയും ഒക്കെ ജന്മനാടുകൾ വിട്ടുപോകേണ്ടി വന്ന ചരിത്രവും നമ്മുടെ മുമ്പിലുണ്ട്. കൂടുതൽ വിശദീകരിക്കേണ്ടാത്തവണ്ണം നമുക്കേവർക്കും അറിയുന്ന ചരിത്രങ്ങളാണത്. ഹിജ്റ എന്ന് പറയുന്നത് കേവലം ഒരു യാത്രയല്ല, പ്രതിസന്ധി ഘട്ടത്തിലുള്ള ഒളിച്ചോട്ടവുമല്ല. മനസ്സിനും സമൂഹത്തിനും ദിശാമാറ്റം നൽകി പ്രത്യേകമായ ഒരു അവസ്ഥയിലേക്ക് അതിജീവിക്കുവാനുള്ള ധൈര്യവും ദൃഢതയും നൽകുന്ന ഒരു പ്രക്രിയയാണത്. അതിതീവ്രമായ പീഡനങ്ങളുടെയും ബഹിഷ്കരണങ്ങളുടെയും നിരസനങ്ങളുടെയും ഒക്കെ കാലഘട്ടത്തിലൂടെ സത്യവിശ്വാസികൾ കടന്നുപോയപ്പോൾ അവരൊരിക്കലും നിരാശരായില്ല. മത്താ നസ്റുല്ലാ എന്ന് ചോദിക്കേണ്ട അതികഠിനമായ അവസ്ഥ വരെ വന്നുവെങ്കിലും നസ്റും മിനല്ലാഹി വ ഫത്ഹുൻ ഖരീബ് എന്ന് അള്ളാഹുവിൻ്റെ പ്രഖ്യാപനമുണ്ടായപ്പോൾ ധീരതയോടുകൂടി അവർ മുന്നേറുകയായിരുന്നു. മക്കയിൽ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന പൂർത്തീകരണം പുറപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ഇസ്ലാമിൻ്റെ ആശയങ്ങൾ പ്രസരിപ്പിക്കുവാൻ വേണ്ടി, പ്രയോഗവൽക്കരിക്കുവാൻ വേണ്ടി ചുവട് മാറുകയായിരുന്നു. ഖുൽ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വ അഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജ്അൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറ എന്ന പ്രാർത്ഥനാ മന്ത്രവുമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിപ്പുറപ്പെടുന്നത്. സത്യത്തിൻ്റെ പാതയിലുള്ള,
സത്യത്തിൻ്റെ സംസ്ഥാപനത്തിനായുള്ള ചുവടുമാറ്റം, വലിയ ദൗത്യത്തിലേക്കുള്ള മുന്നേറ്റമായിരുന്നു അത്. സകലവിധ മുന്നൊരുക്കങ്ങളോടെയും ആസൂത്രണ മികവോടെയും തികവോടെയുമുള്ള ഉറച്ച ബോധ്യത്തോടെയുള്ള പുതിയ മേച്ചിൽ പുറം തേടിയുള്ള ഉറപ്പോടെയുള്ള പുറപ്പെടലായിരുന്നു അത്. ഒരിക്കലും മക്ക വിടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അദ്ദേഹം പറയുന്നുണ്ട്, പ്രിയപ്പെട്ട മക്ക, നീ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട പ്രദേശമാണ്, എനിക്ക് നിന്നെ അത്രയ്ക്കിഷ്ടമാണ്. ഇവിടെ നിന്ന് ഇവരെന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ നിന്നെ വിട്ട് ഞാൻ പോകില്ലായിരുന്നു എന്ന് പരിതപിക്കുന്നുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പോകുന്ന പോക്കിൽ തിരിഞ്ഞു നോക്കി മക്കയോട് പറയുന്നുണ്ട്. ഇത്തരം പീഡനങ്ങളും ആക്ഷേപങ്ങളും അപഹാസങ്ങളും അവഹേളനങ്ങളും ഒക്കെ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നമുക്കറിയാം, ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അപകടകാരികളാണ്, തീവ്രവാദികളാണ്, ദേശവിരുദ്ധരാണ്, മതരാഷ്ട്രവാദികളാണ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെയും നേരത്തെയും പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പ്രവാചകന്മാരോട് തന്നെ അങ്ങനെ പറഞ്ഞിരുന്നു. നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, വഖാലല്ലദീന കഫറൂ ലിറുസുലിഹിം ലനുഖ്രിജന്നകും മിൻ അർളിനാ ഔ ലതഊദുന്ന ഫീ മില്ലത്തിനാ ഔ ഫഔഹാ ഇലൈഹിം റബ്ബുഹും ലനഹ്ലികന്നൽ-ളാലിമീൻ എന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിശ്വാസികൾ തങ്ങളിലേക്കുള്ള ദൈവദൂതന്മാരോട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ പുറത്താക്കുക തന്നെ ചെയ്യും, അല്ലാത്ത പക്ഷം നിങ്ങൾ ഞങ്ങളുടെ മതത്തിലേക്ക് വരേണ്ടി വരും, നിങ്ങൾ ഞങ്ങളുടെ മതത്തിലേക്ക് വരേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, അവരുടെ രക്ഷിതാവ് അവർക്ക് സന്ദേശം നൽകി, തീർച്ചയായും നാം ആ അക്രമികളെ നശിപ്പിക്കുക തന്നെ ചെയ്യും. തുടർന്ന് വരുന്ന ആയത്തുകളും അതിന് സമാനമായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ മുമ്പ് കഴിഞ്ഞു പോയ സമൂഹത്തിന് നേടിയേണ്ടി വന്നത്. ഹിജ്റയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കേട്ടതുപോലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിൻ്റെയും അവൻ്റെ ദീനിൻ്റെയും മാർഗത്തിൽ ത്യജിക്കുക എന്നതാണ്. എല്ലാ ആഗ്രഹങ്ങളുടെയും മേൽ അള്ളാഹുവിൻ്റെയും ദീനിൻ്റെയും ആഗ്രഹങ്ങൾ നമ്മുടെ നിലപാടുകളായും സമീപനങ്ങളായും സ്ഥാപിക്കുന്നതിൻ്റെ പേര് കൂടിയാണ് ഹിജ്റ എന്ന് പറയുന്നത്. അത് അള്ളാഹുവിനെതിരായ സകല ഇച്ഛകളിൽ നിന്നുമുള്ള മോചനം കൂടിയാണ്. ലിബറൽ ചിന്താഗതികളും ജീവിത രീതികളും സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലിബറലിസം, മതം വേണ്ട എന്ന് പറയുന്ന ലിബറലിസം തന്നെ ഒരു മതമായ ഈ കാലത്ത് അത് സ്കൂൾ കോമ്പൗണ്ടുകളിലേക്കും സ്കൂൾ സിലബസുകളിലേക്കും കയറിക്കൂടുന്ന ഈ സന്ദർഭത്തിൽ തീർച്ചയായും നമ്മുടെ ജീവിത രീതികളിലും നമ്മുടെ ആഘോഷങ്ങളിലും നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിലും നമ്മുടെ നിരന്തരമായ ജീവിത രീതികളിലും നമ്മുടെ ഭക്ഷണശൈലിയിലും നമ്മുടെ വസ്ത്രധാരണത്തിലും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ എൻഗേജുകളിലുമൊക്കെ ഇത്തരത്തിലുള്ള അനിസ്ലാമികത കയറിക്കൂടുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെയും ഇസ്ലാമിൻ്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വരച്ചിടാനുള്ള ആത്മധൈര്യമാണ് യഥാർത്ഥത്തിൽ ഹിജ്റ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ തരത്തിൽ വിട്ടുനിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ഹിജ്റ എന്ന് പറയുന്നത്. അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സാനിൽ ഹവാ, പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. റബ്ബിൻ്റെ സ്ഥാനം അറിഞ്ഞുകൊണ്ട് അവനെ ഭയപ്പെടുന്നവനാരോ, അവൻ്റെ നഫ്സിനെ ഹവയിൽ നിന്ന്, ഇച്ഛയിൽ നിന്ന് അവൻ്റെ മനസ്സിനെ അകറ്റി നിർത്തിയവനാണ്. അവനാണ് ഫൈനൽ ജന്നതഹിയൽ മഅ്വ, അവനാണ് അഭയസ്ഥാനമായി സ്വർഗമുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ത്യാഗം തന്നെയാണ് ഹിജ്റ എന്ന്. ഹിജ്റയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് ത്യാഗസന്നദ്ധതയാണ്. ത്യാഗസന്നദ്ധതയുണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് ഇസ്ലാമിക സരണിയിൽ പിടിച്ചു നിൽക്കാൻ സാധ്യമാവുകയുള്ളൂ. ആദർശത്തിന് വേണ്ടിയുള്ള ത്യാഗമാണത്. എല്ലാ നിഷേധങ്ങളിൽ നിന്നും നിഷിദ്ധങ്ങളിൽ നിന്നും അകന്നു നിൽക്കലാണ് ഹിജ്റ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. മുഹാജിർ എന്ന് പറഞ്ഞാൽ അള്ളാഹു നിരോധിച്ചതിൽ നിന്ന് അകന്നു നിൽക്കുന്നവനാണ്. അൽ മുഹാജിറു മൻ ഹജറൽ ഖതായ വദ്ദുനൂബ്, പാപങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും അകന്നു നിൽക്കുന്നവനാണ് മുഹാജിർ. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കലും അള്ളാഹുവുമായി ചേർന്ന് നിൽക്കലുമാണ് ഹിജ്റ. അള്ളാഹുമായി ചേർന്ന് നിൽക്കുന്നതിൻ്റെ മനോഹാരിത ഇവിടെ നിങ്ങൾ കേൾക്കുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗർ ഗുഹയിൽ വെച്ചിട്ട്
അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. പ്രവാചകൻ പറയുന്നുണ്ട്, മൂന്നാമൻ അല്ലാഹു ആയിരിക്കുന്ന രണ്ടു പേരെ കുറിച്ച് അബൂബക്കറെ നീ എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതാണ് അള്ളാഹുവുമായി ചേർത്ത് വെച്ചുകൊണ്ടുള്ള മൂസാ അലൈഹി ഇസ്ലാമയുടെ ചരിത്രവും നമ്മൾ കേട്ട് കഴിഞ്ഞു. ചെങ്കടലിനു നേരെയാണ് പോകുന്നത്. മൂസാ അലൈഹി ഇസ്ലാമക്കറിയാം ചെങ്കടലിന് നേരെയാണ് പോകുന്നത്, അവിടെ നിന്ന് അങ്ങോട്ട് വഴിയില്ല എന്നറിയാം. അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ്, പോവുകയാണ് അദ്ദേഹം. ഇന്നാല മുദ്രക്കൂൻ, ഇതാ നമ്മൾ പിടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പുറത്ത് ഫിർഔന്റെ സംഘമുണ്ട്, നമ്മളിതാ പിടിക്കപ്പെട്ടിരിക്കുന്നു. കല്ല ഇന്നമായ റബ്ബി സയഹ്ദീൻ. ഇല്ല, അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരിക തന്നെ ചെയ്യും. കടലിലടിച്ചപ്പോഴാണ് ഉണങ്ങിയ വഴി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തുറന്നു കിട്ടുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു കൂടെയുള്ളപ്പോൾ ആ വഴി മൂസാ അലൈഹി ഇസ്ലാമക്കും അനുയായികൾക്കും വിജയത്തിൻ്റെ വഴിയായി എങ്കിൽ അതേ വഴി തന്നെയാണ് ഫിർഔനും കിങ്കരന്മാർക്കും പരാജയത്തിൻ്റെ വഴിയായത്. കാരണം എന്തേ? അവിടെ അള്ളാഹു കൂടെയില്ലായിരുന്നു എന്നതാണ്. അള്ളാഹു കൂടെയുണ്ടെങ്കിൽ മാത്രമേ വിജയത്തിൻ്റെ വഴി നമുക്ക് തുറന്നു കിട്ടുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിന് തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത് അദ്ദേഹത്തോട് മലക്കുകൾ ചോദിച്ചല്ലോ, ഞങ്ങളുടെ സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. ഇത്രമാത്രം ദൃഢവിശ്വാസവും തവക്കുലും ഉള്ളപ്പോൾ അള്ളാഹു പറയുന്നത് ഖുൽ യാ നാറു കുനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. തീയ്ക്ക് ചൂടുള്ള ശേഷി കൊടുത്ത അള്ളാഹു തന്നെ ആ തീയോട് തണുപ്പാകാൻ വേണ്ടി കൽപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. തവക്കുലിൻ്റെയും പ്രാർത്ഥനയുടെയും ദൃഢവിശ്വാസത്തിൻ്റെയും പരിണിതിയാണ്, പ്രതിഫലനമാണത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തവക്കുല്, പ്രാർത്ഥന എന്ന് പറയുന്നത് ലക്ഷ്യത്തിലേക്ക് എത്താൻ അങ്ങേയറ്റം അത്യാവശ്യമുള്ള ഒരു സംഗതിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. മനുഷ്യൻ അവൻ്റെ ബുദ്ധിയും അവൻ്റെ ദൃഷ്ടിയും അവൻ്റെ മനസ്സും വാനലോകത്തേക്ക് ബന്ധിപ്പിച്ചാലല്ലാതെ ഒരു ചലനവും സാർത്ഥമാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു കാര്യവും അല്ലാതെ വിജയിക്കുകയില്ല എന്നും നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഹിജ്റ എന്ന് പറയുന്നത് ഒരു കുടിയേറ്റമല്ല, ഒരു കുടിയേറ്റമായി ചിത്രീകരിക്കാറുണ്ട് പലപ്പോഴും ഹിജ്റയെ. ഓറിയൻ്റലിസ്റ്റുകളും ഇസ്ലാം വിരുദ്ധ എഴുത്തുകാരും പാശ്ചാത്യ എഴുത്തുകാരുമൊക്കെ കുടിയേറ്റമായി ഹിജ്റയെ ചിത്രീകരിക്കാറുണ്ട്. അതിൻ്റെ വിശാലമായ ഇസ്ലാമിലെ ഹിജ്റയുടെ വിശാലമായ ആ കൺസെപ്റ്റിനെ, വിശാലമായ ആ ടേമിനെ അങ്ങനെ ചുരുക്കിക്കെട്ടാൻ ശ്രമിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ കുടിയേറ്റം നമുക്കറിയാം. റോഹിംഗ്യയിലും മ്യാൻമറിലുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുടിയേറ്റമുണ്ട്. ആ കുടിയേറ്റത്തിൻ്റെ ദയനീയമായ ചിത്രമുണ്ട്. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. കരയിലൂടെയും മരുഭൂമിയിലൂടെയും കടലിലൂടെയും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കുടിയേറ്റക്കാരുണ്ട്, അഭയാർത്ഥികളുണ്ട്. ഈ കുടിയേറ്റവും അഭയാർത്ഥികളും നമുക്ക് അറിയുന്ന സംഗതിയാണ്. കടലിൽ നിന്ന് കുറേ കറങ്ങിയിട്ട് അവസാനം തീരത്തടിയുന്ന ഐലാൻഡ് കുർദിമാരുണ്ട്. ഇങ്ങനെ ഒരു ദയനീയ ചിത്രമല്ല ഹിജ്റയുടേത്. ഹിജ്റയുടെ ചിത്രം എന്ന് പറഞ്ഞാൽ ഹിജ്റയുണ്ടെങ്കിൽ അവിടെ നുസ്രയുണ്ടാകുമെന്നാണ്. മുഹാജിറുകൾ ഉണ്ടെങ്കിൽ അവിടെ അൻസാറുകൾ ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹാക്കിയത് നമുക്കറിയുന്ന സംഗതിയാണ്. പരസ്പരം അവരെ സഹോദരന്മാരാക്കിയത്. അതിമനോഹരമായ ഒരു ചിത്രമായിരുന്നു അത്. കൺകുളിർപ്പിക്കുന്ന ചിത്രം, മനം കവരുന്ന ചിത്രം. ഉള്ളത് മുഴുവനും പകുത്തു കൊടുക്കുന്ന, ഭാര്യമാരെ പോലും പകുത്തു കൊടുക്കുന്ന സുന്ദരമായ ഒരു കാഴ്ചയായിരുന്നു അത്. അതാണ് ഹിജ്റയിലൂടെ ഉണ്ടായി വരേണ്ടത്. വഴിമുട്ടിപ്പോകുമ്പോഴും വഴികളുണ്ടെന്ന പാഠമാണ് ഹിജ്റയുടേത്. പ്രതിസന്ധികൾക്കകത്തെ സാധ്യതകൾ അന്വേഷിക്കലാണത്. വഴികൾ അടഞ്ഞു പോകുമ്പോൾ മറുവഴികൾ തുറന്നു കിട്ടുമെന്നതാണ് ഹിജ്റയുടെ പാഠം എന്ന് പറയുന്നത്. അതാണ് ഹിജ്റ അതിജീവിച്ച ആളുകളുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അത് കണ്ടെത്തുകയാണ്. ഏത് പീഡിതർക്കും ഒരു വാഗ്ദത്ത ഭൂമി ഉണ്ടാകും. ആ വാഗ്ദത്ത ഭൂമി കണ്ടെത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. മക്കയിലെ നിവാസികൾക്ക് മദീനയുണ്ടായതുപോലെ, ഈജിപ്തുകാർക്ക് ഫലസ്തീൻ ഉണ്ടായതുപോലെ ഒരു വാഗ്ദത്ത ഭൂമി ഉണ്ടാകും. ഒരുപക്ഷെ അത് സ്ഥലപരമായി കൊള്ളണമെന്നില്ല.
നമ്മൾ നിൽക്കുന്നിടത്തുള്ള സാധ്യതകളാകാം ഒരുപക്ഷെ അത്. നിൽക്കുന്നിടത്ത് പുതിയ സാധ്യതകൾ തേടുക എന്നതാണ് ഒരുപക്ഷെ അവിടെ വഴിയെന്ന് പറയുന്നത്. നമുക്കറിയാം, ഫലസ്തീനിലുള്ള ആളുകൾ അവിടെ തന്നെ ഉറച്ചു നിൽക്കുന്നത്. അവിടെ അവർ സാധ്യത കണ്ടെത്തുകയാണ്. എങ്ങനെയാണ് അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുക എന്ന സാധ്യതയാണ് അവർ കണ്ടെത്തുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളൊരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനെ മാത്രമല്ല ഹിജ്റ എന്ന് പറയുന്നത്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഫീ സബീലില്ലാഹി യജിദ് ഫിൽ അർളി മുറാം കസീറൻ വസഹ. അതോടൊപ്പം തന്നെ തുടർന്ന് പറയുന്നുണ്ട്, വമൻ യഖ്റുജു മിൻ ബൈതിഹി മുഹാജിറൻ ഇലല്ലാഹി വറസൂലിഹി സുമ്മ യുദ്രികുഹുൽ മൗതു ഫഖദ് വഖഅ അജ്റുഹു അലല്ലാഹി വകാന അല്ലാഹു ഗഫൂറർ റഹീമ എന്ന് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിലെ 100-ാമത്തെ ആയത്ത് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വല്ലവനും സ്വദേശം വെടിഞ്ഞു പോകുന്ന പക്ഷം അവന് ഭൂമിയിൽ അഭയസ്ഥാനങ്ങൾ, ധാരാളം അഭയസ്ഥാനങ്ങൾ കണ്ടെത്താൻ സാധിക്കും, അവന് വിശാലത കണ്ടെത്താൻ സാധിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ആരെങ്കിലും ഒരാൾ അവൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും മാർഗത്തിൽ പുറപ്പെടുകയാണെങ്കിൽ, അവൻ ലക്ഷ്യസ്ഥാനത്തെത്തിയിട്ടില്ലെന്നതിന് മുമ്പ് അവൻ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെയൊക്കെ നമ്മൾ കേട്ടതുപോലെ തന്നെ നമ്മളൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനെ കുറിച്ചല്ല ആ പറയുന്നത്. അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ ഇറങ്ങിപ്പുറപ്പെടുക, അള്ളാഹുവിൻ്റെ മാർഗത്തിലും റസൂലിൻ്റെ മാർഗത്തിലും ഇറങ്ങിപ്പുറപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മുടെ സാഹചര്യത്തിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുന്നതിനെ കുറിച്ചാണ് അള്ളാഹു അവിടെ പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ചടഞ്ഞുകൂടി വീട്ടിലിരിക്കാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പാനുള്ള ആർജവം കാണിക്കണം. ഹിജ്റയിൽ നിന്നുള്ള ഊർജം അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് പറയാനുള്ള അല്ലാമ ഇഖ്ബാൽ പറയുന്നുണ്ട്, മൻസിൽ സേ ആകെ ബഡ്കർ മൻസിൽ തലാഷ് കർ. ലക്ഷ്യം പ്രാപ്തിയെത്തി ലക്ഷ്യം കണ്ടെത്തിയാൽ നീ മറ്റു ലക്ഷ്യം കണ്ടെത്തണം. മിൽ ജായേ തുജ്കോ ദറിയാ തൂ സമുന്ദർ തലാഷ് കർ. നദി കണ്ടെത്തിയാൽ കടൽ കണ്ടെത്തണം. ഹർ ശീശ ടൂട്ട് ജാത്ത പത്തർ കി ജൂട്ട് സേ. ഏത് ചില്ലും കല്ലുകൊണ്ട് തകരും. പത്തർ ഹി ടൂട്ട് ജായേ വോ ശീശ തലാഷ് കർ. കല്ലിനെ പോലും തകർക്കുന്ന ചില്ല് കണ്ടെത്തണം. സജദോം സേ തേരെ കിയാ ഹുവാ സദിയാ ഗുസർ ഗയി. കുറെ കാലമായല്ലോ, നൂറ്റാണ്ടുകളിലൂടെ സുജൂദുകളിൽ നിങ്ങൾ കടന്നു പോകുന്നു. ദുനിയാ തെരി ബദൽ ദിയേ വ സജദാ തലാഷ് കർ. ദുനിയാവിനെ തന്നെ മാറ്റിമറിക്കുന്ന ആ സുജൂദ് കണ്ടെത്തണം എന്ന് അല്ലാമ ഇഖ്ബാൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഹിജ്റയിൽ നിന്ന് ഊർജം നേടേണ്ടവരാണ്. ഹിജ്റയിൽ നിന്ന് ഊർജം നേടിക്കൊണ്ട് നമുക്ക് ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ സാധിക്കണമെന്നാണ് ഈ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്ന് ലോകത്ത് ഏതാണ്ട് എല്ലാ മുസ്ലിം സമൂഹങ്ങളും പ്രതിസന്ധിയുടെ നട്ടുച്ചയിലാണ്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ മുസ്ലിങ്ങളുള്ള രാജ്യങ്ങൾ, ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, ലോകാടിസ്ഥാനത്തിൽ ആഗോളാടിസ്ഥാനത്തുള്ള ഇസ്ലാമോഫോബിയയും വംശീയതയും, ഇന്ത്യക്കകത്തുള്ള സവർണ ഫാഷിസവും മതഭീകരതയും ഭരണകൂട ഭീകരതയും, തീവ്രവാദ ചാപ്പകുത്തലുകളും, വൈദേശികതയുടെ ആരോപണവും, ഇങ്ങനെ തുടങ്ങി ധാരാളം പ്രതിസന്ധികളിലൂടെയാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചില സമുദായങ്ങളെ തീവ്രവാദികളായി മുദ്രകുത്തുകയും തീവ്രവാദികൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒരു അർഹതയുമില്ല എന്ന് വരുത്തി തീർക്കുകയും അവരുടെ പൗരാവകാശം പോലും നിഷിദ്ധമാക്കുകയോ ചോദ്യം ചെയ്യപ്പെടുകയോ ചെയ്യുന്ന തരത്തിൽ മാരകമായ നിയമങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ പൊതുബോധത്തെ മറികടക്കുക എന്ന് പറയുന്നതും അതിജീവനം തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്കും നിയമവാഴ്ചക്കും എന്തൊക്കെ തരത്തിലുള്ള പരിമിതികളുണ്ടെങ്കിലും മുസ്ലിങ്ങൾക്കും ഏത് കുറ്റവാളികൾക്കും തുല്യ പൗരത്വം ഉറപ്പു നൽകുന്നു എന്നതിൻ്റെ പേരിൽ ഭരണഘടനയ്ക്ക് വേണ്ടി, അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി, അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പോരാടുക എന്ന് പറയുന്നതും ഈ കാലഘട്ടത്തിൻ്റെ അതിജീവനത്തിൻ്റെ പുതുവഴിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് മതവിരുദ്ധതയും മതേതര വിരുദ്ധതയും
ജനാധിപത്യ വിരുദ്ധപരമായ സമീപനങ്ങളും പ്രവണതകളുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എണ്ണി പറയേണ്ടതില്ല, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഇതിനെതിരെ സമരം ചെയ്യുന്നതും പോരാടുന്നതുമൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഹിജ്റ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം പോരാട്ടങ്ങളും ഇത്തരം സമരങ്ങളും ഇത്തരം ചോദ്യം ചെയ്യലുകളും പ്രതിസന്ധികളെ അഭിമുഖീകരിക്കലും തരണം ചെയ്യലും ഒക്കെ തന്നെയാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് നമ്മൾ മദീന തേടിയുള്ള യാത്ര എന്ന് പറയുന്നത്. തീർച്ചയായും ഇതുതന്നെയാണ് നമ്മുടെ അതിജീവന വിമോചന സമരങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിയണം. മൂസാ അലൈഹിസ്സലാം ബനീ ഇസ്രായേലിനെ മോചിപ്പിച്ചത് മുഹറം മാസത്തിലായിരുന്നുവെങ്കിൽ നടപ്പുകാലത്ത് നിലനിൽക്കുന്ന എല്ലാ ഫിർഔനിസത്തോടും രാജിയാവാതെ നമ്മുടെ സമൂഹത്തെ അതിൽ നിന്നെല്ലാം മോചിപ്പിക്കേണ്ട ബാധ്യത യഥാർത്ഥത്തിൽ നമുക്ക് തന്നെയാണ്. നമ്മുടെ ഭൂതകാലത്തിന് അനുയോജ്യമായ വിധത്തിൽ നമ്മുടെ വർത്തമാനകാലം സൃഷ്ടിക്കുവാനും നമ്മുടെ ഭാവി അതിലേക്ക് ബന്ധിപ്പിക്കുവാനും ക്രിയാത്മകമായ ആവേശകരമായ പ്രവർത്തനങ്ങൾ, പ്രയോഗവൽക്കരണങ്ങൾ, ഇടപെടലുകൾ ഉണ്ടാവേണ്ടതുണ്ട്. അഖബ ഉടമ്പടികളിലും ഹിജ്റകളിലുമെല്ലാം വനിതകൾ നിസ്തുലമായ പങ്ക് വഹിച്ചത് നമ്മൾ നേരത്തെ കേട്ട് കഴിഞ്ഞു. വനിതകളുടെ പങ്ക് എന്ന് പറയുന്നത് ആ കാലഘട്ടങ്ങളിൽ അത്രമാത്രം സാധ്യമായിരുന്നുവെങ്കിൽ യസ്രിബ് യാത്രയിലുള്ള വനിതകളുടെ പങ്കും നമ്മൾ കേട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ അബസീനിയ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ റുക്കിയ ബീവിയും അതുപോലെ തന്നെ ലൈല ബിൻത് അബി ഹസ്മ എന്ന് പറയുന്ന സഹാബിമാരുടെയൊക്കെ ചരിത്രം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അന്നത്തെ കാലത്ത് അത്രമാത്രം സാധ്യമായിരുന്നുവെങ്കിൽ ഈ കാലഘട്ടത്തിലും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ സമൂഹത്തെയും പുതിയ ലോകത്തെയും പുതിയ മനുഷ്യരെയും ഉണ്ടാക്കുവാൻ വേണ്ടി നമുക്ക് സാധ്യമാകും. ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുണ്ട്, വനിതകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുണ്ട്. ഈ കാഴ്ചപ്പാടുകളൊക്കെ പൊളിച്ചെഴുതുന്ന തരത്തിലുള്ള പര്യാപ്തമായ വിശാലത തന്നെ ഹിജ്റക്കുണ്ട് എന്ന് നമ്മൾ അറിയണം. സംരക്ഷിക്കപ്പെടേണ്ടവളാണവൾ, അവൾ സ്വയം കർത്തൃത്വമില്ലാത്തവളാണ് എന്ന് തുടങ്ങിയ ബൈനറികളൊക്കെ മറികടക്കുന്നതാണ് ഹിജ്റയിലെ സ്ത്രീ സാന്നിധ്യം എന്ന് പറയുന്നത്. മതം പെണ്ണിനെ സ്വാതന്ത്ര്യം നൽകുന്നില്ല, അവളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നു എന്ന് തുടങ്ങിയ ലിബറലിസ്റ്റ് യുക്തിവാദ ചിന്തകളെയും അസ്ഥാനത്താക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഹിജ്റയിലെ സ്ത്രീ സാന്നിധ്യം എന്ന് പറയുന്നത്. ഈ സ്ത്രീകൾക്ക് തന്നെയാണ് ഇവിടെയും പണിയെടുക്കാനുള്ളത്. ഇത്തരം സങ്കുചത്വത്തിൽ നിന്നുള്ള മോചനം കൂടിയാണ് യഥാർത്ഥത്തിൽ ഹിജ്റ എന്ന് പറയുന്നത്. ഹാജറിനെ നമുക്കറിയാം, അതിജീവനത്തിൻ്റെ അതിശക്തയായ പ്രതീകമാണവർ. നമ്മൾ സിംഗിൾ പാരന്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്താണ്. ഏകരക്ഷാകർത്തൃത്വം അതിമനോഹരമായി കാഴ്ചവെച്ചവരാണ് ഹാജറ ബീവി. അതുമാത്രവുമല്ല, ഏത് ഉന്നത സ്ഥാനീയനും ഏത് മീശക്കൊമ്പനും തൻ്റെ ഹജ്ജും ഉംറയും പൂർത്തീകരിക്കണമെങ്കിൽ എല്ലാ അർത്ഥത്തിലും അബലയെന്ന് വിളിക്കപ്പെടാൻ സാധ്യതയുള്ള ഹാജറ ബീവിയുടെ പ്രവർത്തനങ്ങൾ അനുഷ്ഠിക്കുകയും അനുകരിക്കുകയും ചെയ്താൽ മാത്രമേ ഹജ്ജും ഉംറയും പൂർത്തീകരിക്കുകയുള്ളൂ എന്നിടത്തേക്ക് ഒരു സ്ത്രീ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിവെച്ചു എന്നതാണ് ഹാജറ ബീവിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. പല പാലായനങ്ങളിലും സ്ത്രീ മുന്നേറ്റങ്ങളെ സംബന്ധിച്ചും സ്ത്രീകളുടെ സന്നദ്ധതയെ സംബന്ധിച്ച് നമുക്ക് ചരിത്രത്തിലുടനീളം കാണാൻ സാധിക്കും. അബസീനിയ പാലായനത്തിൽ നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ യസ്രിബ് യാത്രയിൽ പറഞ്ഞു. അവിടെ നിന്ന് അങ്ങോട്ട് ആ ചരിത്രം തുടർന്നുകൊണ്ടേ പോന്നിട്ടുണ്ട്. ഇസ്ലാമിനെതിരായിട്ടുള്ള എല്ലാ പോരാട്ടങ്ങളിലും സ്ത്രീകളുടെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. ദൂരദിക്കുകളിലേക്ക്, അന്തമാൻ പോലെയുള്ള വിദൂര ദിക്കുകളിലേക്ക് ഇസ്ലാമിക പോരാട്ട സന്ദർഭങ്ങളിൽ പോയിട്ടുള്ള, നിർബന്ധിതമായി പലായനത്തിന് വിധേയരായിട്ടുള്ള ധാരാളം സ്ത്രീകളെ നമുക്ക് കാണാൻ സാധിക്കും. പലരെയും നമ്മൾ ഹൈദരാബാദിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു, അവരുടെ പിന്മുറക്കാരെയെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നു. ധാരാളക്കണക്കിന് ആളുകൾ അങ്ങനെ നാട് വിട്ടു പോയിട്ടുണ്ട്. ഏതായാലും അവരുടെ ഈമാനും അതുപോലെ തന്നെ അവരുടെ തവക്കുലും പാഥേയമാക്കിക്കൊണ്ട് ഇസ്ലാമിലെ അതിജീവനത്തിൻ്റെ ശേഷി കാണിച്ചു കൊടുത്തവരാണ് എന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടവരാണ്. തിരിച്ചുവരവിൻ്റെ പ്രതീക്ഷ തന്നെയാണ് ഹിജ്റയുടെ പാഠം. അതാണ് മക്ക വിജയം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. പിറകോടടിച്ചത് മുന്നോട്ട് വരാൻ വേണ്ടിയായിരുന്നു എന്നതാണ്. അത് തന്നെയാണ് ഫലസ്തീനിലെ ഉജ്ജ്വലമായ പിടിച്ചു നിൽക്കലിൻ്റെ ആ പ്രതീക്ഷയിലാണ് അവർ നിൽക്കുന്നത്. കുടിയഴിക്കപ്പെടുമ്പോഴും നെക്കബയുടെ താക്കോൽ മുറുകെ പിടിച്ചിട്ടാണ് അവർ പോകുന്നത്.
ഉജ്ജ്വലമായ തിരിച്ചുവരവ്, ഉജ്ജ്വലമായ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഉറച്ച ബോധ്യത്തിലാണത്. ജാ അൽ ഹഖു വസഹഖൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂഖ എന്ന ഉറച്ച ബോധ്യം. തീർച്ചയായും അത് സംഭവിക്കുക തന്നെ വേണം. അത് കൺകുളിർക്കെ കാണാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നമ്മെയും നമ്മുടെ സമുദായത്തെയും നമ്മുടെ രാജ്യത്തെയും നിലവിലെ സാഹചര്യത്തിൽ നിന്ന് മാറ്റിപ്പണിയാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. പ്രഥമ ഹിജ്റയുടെ ആവാഹിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് നമ്മെ മാറ്റിപ്പണിയാൻ സാധ്യമാവുകയുള്ളൂ. മക്കയിൽ നിന്ന് മദീനയിലേക്കല്ല, അധാർമികതകളിൽ നിന്ന് ധാർമ്മികതയിലേക്ക്, അസാൻമാർഗികതകളിൽ നിന്ന് സാൻമാർഗികതയിലേക്ക്, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, അനീതിയിൽ നിന്ന് നീതിയിലേക്ക്, അതിദേശീയതയിൽ നിന്ന് സാർവലൗകികതയിലേക്ക്, ജാതീയതയിൽ നിന്ന് മാനവികതയിലേക്ക്, ഇങ്ങനെ വംശീയതയിൽ നിന്ന് സാർവലോക സാഹോദര്യത്തിലേക്ക്, ദേഹേച്ഛയിൽ നിന്ന് ദൈവേച്ഛയിലേക്ക്, മനുഷ്യാടിമത്വത്തിൻ്റെ സങ്കുചിതത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ അടിമത്വം സ്വീകരിച്ചാലുള്ള പ്രവിശാലതയിലേക്ക്, സർവോപരി ഖുർആനിലേക്കും സുന്നത്തിലേക്കുമായിരിക്കട്ടെ നമ്മുടെ ഹിജ്റ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.